ഗൈസ്, എന്താ പറയുക, ഇന്നൊരു പ്രത്യേകിച്ച് ഒരു പടത്തെക്കുറിച്ച് പറയാൻ വേണ്ടി വന്നതാണ്. പടത്തിൻ്റെ പേര് കറുപ്പ്. ഗൈസ്, ഇന്നൊരു പടത്തിനെ കുറിച്ച് പറയാൻ വേണ്ടി വന്നതാണ്. പടം എന്ന് വെച്ചാൽ കറുപ്പ്. ഓൾറെഡി കണ്ടുകളാൻ ഞാൻ കണ്ടു. അതിൽ പ്രധാനമായിട്ട് പറയാനുള്ളത് ഒരാളെ കുറിച്ചാണ്. സിനിമ അടിപൊളിയാണ്, സംഭവം നല്ലൊരു എൻ്റർടൈനറാണ്. മെയിനായിട്ട് പറയാനുള്ളത് RJ ബാലാജി. പുള്ളിയുടെ ആ ഗ്രോത്ത്, കാരണം ഞാൻ ആദ്യം കാണുന്നത് ഞാനും റൗഡിദാൻ എന്ന പടത്തിലാണ്. കൂടാതെ അതിന് മുമ്പ് എന്തോ അപ്പിയറൻസ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അന്നൊന്നും അത്ര ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. പക്ഷെ ഞാൻ റൗഡിയിൽ അയാളൊരു കൊമേഡിയനായിട്ട് മാറി. പിന്നെ തുടർന്ന് എന്താണെന്നറിയില്ല, ഈ ഇത്ര കാലയളവിൽ ഭയങ്കരമായിട്ട് എന്താ പറയുക, പുള്ളി ഹാർഡ് വർക്ക് ചെയ്തതിൻ്റെ ഒരു ഫലം തന്നെ കിട്ടിയെന്ന് തന്നെ അറിയാം. സോ നൈസായിരുന്നു വില്ലനിസം ആൻഡ് എന്താ പറയുക, സൂപ്പറായിരുന്നു. പക്ഷേ അയാളുടെ ഗ്രോത്താണ് RJ ബാലാജിയുടെ ആ ഒരു ഫുൾ സ്ട്രെങ്ത്ത്. കാരണം ഇത്രയും കാലത്തെ ഒരു ഹാർഡ് വർക്ക്. പിന്നെ ഇൻസ്റ്റാഗ്രാമിലൊരു വീഡിയോ കാണാൻ സാധിച്ചു. പുള്ളിയുടെ ബെസ്റ്റ് മൂമെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ കാണാൻ സാധിച്ചു. നമ്മുടെ നാച്ചുറൽ സ്റ്റാർ നാനീൻ്റെ ജേഴ്സി എന്ന പടത്തിലൊരു സീന്, റെയിൽവേ ട്രാക്കിൽ എന്താ പറയുക, ആഹ്ലാദം കാണിക്കുന്ന ഒരു സീന്. അത് പക്ഷേ ഒരു തിയേറ്ററിൽ നിന്ന് പുള്ളി എന്താ പറയുക, അതേ രീതിയിൽ തന്നെ ആ സ്ക്രീൻ റീക്രിയേറ്റ് ചെയ്യുന്ന ഒരിത് കണ്ടു. കാരണം അത്രയും വിക്ടറിയിലാണ് പുള്ളി നിൽക്കുന്നതെന്ന് മനസ്സിലായി. പക്ഷെ പുള്ളിയുടെ ഹാർഡ് വർക്ക് ഭയങ്കര വലുതാണ്. അത് ആ പുള്ളി സിനിമയിൽ എടുത്ത് കാട്ടുകയും ചെയ്തിട്ടുണ്ട്. ഒരു ഡയലോഗിൽ RJ ആയിരുന്നു, കൊമേഡിയൻ ആയിരുന്നു, പിന്നെ ആങ്കർ ആയിരുന്നു. അങ്ങനെ പല രീതിയിൽ തന്നെ എന്താ പറയുക, പുള്ളീൻ്റെ കരിയർ ബിൽഡ് ചെയ്യുകയും ചെയ്തു. അതോടൊപ്പം നല്ല സക്സസ് ആവുകയും ചെയ്തു. സോ എന്തുകൊണ്ടും എന്താ പറയുക, ഒരു മോട്ടിവേഷനും കൂടാതെ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കുന്നുള്ളതിനുള്ള ഒരു ഉദാഹരണമാണ് പുള്ളി. സിനിമ ഈസ് ഓൾറെഡി ഗുഡ്, സിനിമേൻ്റെ വിവരണം. കൂടാതെ ഇതുവരെയുള്ള ഫിലിമോഗ്രാഫിയിൽ വെച്ച് നല്ലൊരു പടം തന്നെയാണ്. സൂര്യൻ്റെ ഒരു കംബാക്കും കൂടെ ഈ പടത്തിൽ നിന്ന് നമുക്ക് കാണാൻ സാധിച്ചു. സോ നൈസായിരുന്നു. മറ്റ് 2 പടങ്ങളെ അപേക്ഷിച്ച് കറുപ്പാണ് കുറച്ചും കൂടെ അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയത്. ആ ഗ്രോത്താണ് ഇപ്പോഴും മൈൻഡിൽ ഭയങ്കരമായിട്ട് ഒരു ഇത് തരുന്ന ഏതൊരു ആൾക്കും. അത്രയ്ക്കും നല്ലൊരു പ്രൊഫഷണലല്ല, എന്നാലും എന്താ പറയുക, നമുക്കൊരു ഇൻസ്പിറേഷൻ ആവുന്ന ഒരു സ്റ്റോറി തന്നെയാണ് RJ ബാലാജീൻ്റെ. സോ നൈസ്, നല്ലതാണ്. സോ ഹാർഡ് വർക്ക് ഒരിക്കലും ഫെയിലാവില്ല എന്നുള്ളതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. കൂടാതെ ഒരു കാര്യം തന്നെ ചെയ്യാതെ പല കാര്യങ്ങളും ചെയ്യുമെങ്കിലും ഒന്നിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് അത് ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്നുള്ളത് വലിയൊരു ഉദാഹരണം തന്നെയാണ് RJ ബാലാജി. സോ നൈസായിരുന്നു. സോ നൈസ്, താങ്ക് യു ഗൈസ്. വീണ്ടും ഇതേപോലത്തെ ചെറിയ വീഡിയോ ഉണ്ടല്ലോ, വലിയൊരു ഗ്യാപ്പിന് ശേഷമാണ് വന്നത് എങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.